ഞാൻ ഇവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോന്നു. കണ്ടപ്പോ മനസ്സിലായി നമ്മളല്ലാതെ ഇവൾക്കിനി മറ്റാരുമില്ലെന്ന് അച്ഛൻ അറിയാമല്ലോ. ആരോരുമില്ലാത്തവർക്ക് വേണ്ടിയാണ് അനാഥ മന്ദിരം. അച്ഛാ, എന്താ അവകാശ തർക്കത്തിന് വല്ല ഉദ്ദേശമുണ്ടോ? അച്ഛന്റെ വകയെ എനിക്ക് കിട്ടേണ്ടത് പിടിവാശിയും മനുഷ്യത്വമില്ലായ്മയുമാണ്. എന്തോ മിണ്ടിപ്പോകരുത്. എന്റെ സ്വഭാവം അറിയാവുന്ന സ്ഥിതിക്ക് ഇനിയും എന്തിനാണ് നിൽക്കുന്നത്? ഈ അവസ്ഥയിലെങ്കിലും ഒരല്പം ദയവച്ഛൻ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അല്ലെങ്കിൽ ഇവളെയും കൊണ്ട് ഞാനിവിടെ വരില്ല. വന്നതിലൊരു കുഴപ്പവുമില്ല. വന്ന വഴിക്ക് എന്നെ തിരിച്ചു പോകാം. ഇറങ്ങി പോകാൻ. ഇറങ്ങി പോകെ. നിനക്ക് ഉറക്കം വരുന്നില്ലേ? പോയി കിടക്കൂ. നീ എന്തിനാ ദുഃഖിക്കുന്നത്? നിനക്ക് ഞാനില്ലേ? ശരി, പോയി കിടക്കൂ. ഇങ്ങോട്ട് പെഴുന്നല്ലേ എന്തിനാ? ദുശൗന എന്തായാലും ഇത്രയുമായ സ്ഥിതിക്ക് ഇനി ഒരു മത്സരം നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അത് വടക്കിങ്കരക്കാർക്ക് വലിയ കുറച്ചില്ല. ഞാനും മത്സരം നടത്തുന്നതിനെതിരല്ല. പക്ഷേ ആവശ്യത്തിനേ പാടുള്ളല്ലോ. എന്ത് തന്നെ ആയാലും കമ്പം നടത്തണം. കമ്പം കത്തിക്കാൻ ഇനി ഏതാശാനാ ഉള്ളത്? നമ്മുടെ തെക്കിങ്ങര ആശന്റെ മകനുണ്ടല്ലോ ജയൻ. ഇപ്പൊ ഗോവിന്ദാശന്റെ വീട്ടിലെ താമസം. ആളുമിടുക്കനാ. എന്നാൽ ഇപ്രാവശ്യം കമ്പം ജയൻ തന്നെ കത്തിക്കട്ടെ. എന്താ ആവട്ടെ. മറ്റൊരാളെ വിളിക്കാൻ വയ്യാഞ്ഞല്ല, ഗോവിന്ദനാശന്റെ പേരിൽ തന്നെ കമ്പം നടത്തണമെന്നുണ്ട്. ദയവായി എന്നെ ഇക്കാര്യത്തിൽ നിർബന്ധിക്കും. നേരിട്ട് കമ്പം കത്തിക്കണമെന്നില്ല. നേരിട്ടല്ലെങ്കിൽ കൂടി അച്ഛനെതിരെയുള്ള മത്സരത്തിന് ഞാൻ കൂട്ടുനിൽക്കുന്നത് ശരിയാണ്. ഞാൻ അതിന് തയ്യാറല്ല. ഞങ്ങളുടെ കരക്കാരുടെ വഴിയായി ഒരു കമ്പം നടത്തണം. എന്ത് പറഞ്ഞാലും എനിക്കത് അംഗീകരിക്കാൻ നിവൃത്തി. എന്നെ ഒന്ന് ഒഴിവാക്കിയ ജയേട്ടാ, ജയേട്ടൻ ഈ കമ്പ ഏറ്റെടുക്കണം. കിട്ടുന്ന ലാഭം സീതച്ചേച്ചിയുടെ സ്ത്രീധനത്തുകയിലേക്ക് കൊടുത്ത് അവര് ദാമോട്ടന്റെ കൂടെ പറഞ്ഞേക്കാമല്ലോ. കമ്പക്കെട്ടിന്റെ ചുമതല ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. എന്നാ ഇതിരിക്കട്ടെ. 1000 രൂപ ഉണ്ട് അഡ്വാൻസ്. ഞങ്ങൾ ഇറങ്ങട്ടെ. എന്താടി തൃപ്തിയായോ? നിന്റെ പൊന്നാര മോയ് എനിക്കെതിരായി കമ്പം കത്തിക്കാൻ അഡ്വാൻസ് വാങ്ങിച്ചിരിക്കണമെന്ന്. നേരാണെന്നറിയാതെ എന്തിനാ കരുതുള്ളൂ? ചേച്ചി എന്താ അങ്ങനെ പറഞ്ഞത്? തന്തയ്ക്ക് പാലം ഭരിക്കുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. അതും ഇപ്പൊ ഇവിടെ നടന്നിരിക്കുന്നു. ചുമ്മാതിരിക്കു പാച്ച. കത്തുന്ന തീയിൽ എണ്ണ ഒഴിക്കാതെ. ഏതായാലും എന്റെ മോൻ ഇങ്ങനെ ഒരു കുരുത്തക്കേടിന് പോവില്ല. ഞാൻ പഠിപ്പിച്ചത് എനിക്കെതിരായിട്ട് തന്നെ പ്രയോഗിക്കട്ടെ. പുറത്തിറങ്ങി നടക്കാൻ നേരമായി. ആളുകൾ എന്തെല്ലാമാ പറയുന്നത്? തന്തയും മോനുമായി പരസ്യമായി ഏറ്റുമുട്ടിയ കഥ ചരിത്രത്തിലുണ്ടോ? ഞാൻ അവനെ പോയെന്ന് കാണട്ടെ. ഈ പറയുന്നതൊക്കെ സത്യമാണെന്ന് എനിക്കൊന്നറിയണം. പോകുമോടി, ഇവിടെ ഇറങ്ങിയ നിന്റെ കാര്യം വിട്ടു. നാടിടക്കാതൊന്ന് അടങ്ങി നിൽക്കണം. വല്ലവരും കേട്ടാൽ എന്ത് പറയും? ഒന്നും പറയത്തില്ലടി. നിനക്കെന്നെ നല്ലവണ്ണം അറിയാമല്ലോ. തെക്കുംകര തിരിഞ്ഞാൽ ആന തിരിയും പോലെയാ. നീ എന്താ മിണ്ടാതിരിക്കുന്നത്? ജയേട്ടൻ എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നു. ഇനിയും ഞാനതിന് തയ്യാറാണ്. ദേവിയെ നിന്റെ കരച്ചിലൊന്ന് നിർത്താം. ചേച്ചിയോട് ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാനാവുന്നില്ല. ഇനി അത് ഓർത്തിട്ട് എന്താ കാര്യം? സത്യം എന്തെന്നറിയാതെ ആരെയും കുറ്റപ്പെടുത്തരുത്. ചേച്ചിയുടെ ആത്മാവെങ്കിലും എന്നോട് ക്ഷമിക്കുമോ? പിന്നെയും തുടങ്ങി. സമയം ഏറെയായി. നീ എന്തായാലും കഴിച്ചു കിടക്കും.
അച്ഛനുമായി മത്സരിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ കമ്പം കെട്ടുന്നത്. സത്യത്തിൽ നമ്മുടെ കുടുംബത്തിന്റെ ഇന്നത്തെ ഏറ്റവും ദുഃഖം ചേച്ചിയാണ്. കൊടുക്കാനുള്ള തുക കൊടുത്താൽ ദാമോട്ടൻ ചേച്ചിയെ സ്വീകരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. എന്റെ കാര്യമല്ല ഇപ്പോഴത്തെ പ്രശ്നം. ഞാൻ നിന്റെ കാല് പിടിച്ചപേക്ഷിക്കാം. നമ്മുടെ എല്ലാം മനസ്സമാധാനത്തിന് വേണ്ടിയെങ്കിലും നീ ഇതിൽ നിന്ന് പിന്മാറണം. അഡ്വാൻസ് വാങ്ങിച്ചു പോയി, ഇനി അത് സാധ്യമല്ല. നമുക്ക് എന്ത് വിറ്റെങ്കിലും അത് തിരിച്ചു കൊടുക്കാം. തെക്കങ്കര ആശാൻ വാക്കുമാറുന്ന ആളല്ല. ഞാൻ അദ്ദേഹത്തിന്റെ മകനാണ്. അപ്പോൾ നീ തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? അതെ. പക്ഷേ നീ ഒന്നോർക്കണം, ഉത്സവത്തിന് തീ കൊളുത്തുന്നത് വെടിക്കെട്ടിനായിരിക്കില്ല, എന്റെ ചിതയ്ക്കായിരിക്കും. ഒന്നുകൂടെ പക്ഷേ ഇവന്റെ ഒരു 50,000 രൂപയുടെ കമ്പനി പോയി നമുക്കൊന്ന് ഒട്ടിച്ചു നോക്കാം. പ്രിയനാഥന പ്രിയ ആരാടാ അവിടെ ഒട്ടിക്കാൻ പറഞ്ഞു? നിന്റെ കല്യാണോ ഒട്ടിക്കാൻ? പിന്നെ നാട്ടുകാരെ, ഇളമാട് ഭരണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വമ്പിച്ച വെടിക്കെട്ട് മത്സരം. തെക്കുംകരക്കാരും വടക്കുംകരക്കാരും തമ്മിൽ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഏറ്റുമുട്ടുന്നു. തെക്കുംകരക്കാർക്ക് വേണ്ടി തെക്കുംകര ആശാനും വടക്കുംകരക്കാർക്ക് വേണ്ടി ജയനും ഏറ്റുമുട്ടുന്നു. നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ തെക്കുംകര ആശാനും മകൻ ജയനും തമ്മിൽ ഏറ്റുമുട്ടുന്നു. കരിമരുന്നുകൊണ്ട് ആകാശത്ത് മഹേന്ദ്രനെ സൃഷ്ടിക്കുന്ന വെടിക്കെട്ട് മത്സരം ചരിത്രത്തിൽ ആദ്യമായി അച്ഛനും മകനും തമ്മിൽ ഏറ്റുമുട്ടുന്നു. മത്സരത്തിൽ ജയിക്കുന്നവർക്ക് സ്വർണ്ണമെഡലും കരക്കാരുടെ വകയെ നൽകപ്പെടുന്നതാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഭരണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വമ്പിച്ച വെടിക്കെട്ട് മത്സരം. തെക്കുംകരക്കാരും വടക്കുംകരക്കാരും തമ്മിൽ, തെക്കുംകര ആശാനും മകൻ ജയനും തമ്മിൽ 50,000 രൂപയുടെ മത്സരക്കമ്പം നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ. പ്രിയപ്പെട്ട നാട്ടുകാരെ, തെക്കുംകര ആശാനും മകൻ ജയനും തമ്മിൽ ഏറ്റുമുട്ടുന്നു. കരിമരുന്നുകൊണ്ട് ആകാശത്ത് മഹേന്ദ്രനെ സൃഷ്ടിക്കുന്ന വെടിക്കെട്ട് മത്സരം ചരിത്രത്തിൽ ആദ്യമായി അച്ഛനും മകനും തമ്മിൽ ഏറ്റുമുട്ടുന്നു. തെക്കുംകരക്കാർക്ക് വേണ്ടി തെക്കുംകര ആശാനും വടക്കുംകരക്കാർക്ക് വേണ്ടി. നോക്ക്, നോട്ടീസ് മത്സരക്കമ്പം തന്നെ അച്ചടിച്ചിരിക്കുന്നത്. ജയേട്ടൻ പറഞ്ഞിട്ടാണോ? അല്ല, പിന്നെ കമ്മറ്റിക്കാരുടെ വേലയാ. ജയേട്ടൻ ഇതിന് സമ്മതിക്കരുത്. അമ്മാവനുമായി നമുക്ക് മത്സരിക്കണ്ട. ആര് ജയിച്ചാലും പേര് അച്ഛന് തന്നെ ആയിരിക്കും. ജയേട്ടനെ ജയിക്കുന്നെങ്കിലോ? സമ്മാനം അച്ഛന് തന്നെ കൊടുപ്പിക്കും. അപ്പോഴെനിക്കില്ലേ? അത് ഞാൻ ഉത്സവം കഴിഞ്ഞിട്ട് തന്നെ. അങ്കത്തട്ടിൽ രക്തബന്ധത്തിനല്ല വില, എതിരാളിയുടെ തലയ്ക്കാണ്. എന്ത് വില കൊടുത്തും ഞാൻ അവനെ തകർക്കും. അവനൊരു ശത്രുവാണ്. അച്ഛന് ഇനിയെങ്കിലും ഈ വാശിയൊന്ന് മാറ്റിക്കൂടെ? എന്നെ ഉപദേശിക്കാൻ ആരും വരണ്ട. എന്റെ മോൻ അച്ഛനെതിരായിട്ട് കമ്പം കത്തിക്കരുത്. അച്ഛനെ മോൻ അറിയാമല്ലോ, ആണ് വീട മാറുന്ന മനുഷ്യനല്ല. മകൻ അച്ഛനോട് തോൽക്കാം, പക്ഷേ അച്ഛനെ മകൻ തോൽപ്പിച്ചുകൂടാ. അമ്മാവൻ മരിച്ചതോടെ മത്സരം അവസാനിച്ചതായിരുന്നു. അതുകൊണ്ട് ഒരു സാധാരണ വെടിക്കെട്ട് എന്ന നിലയിലാണ് ഞാൻ ഈ ജോലി ഏറ്റത്. പക്ഷേ അതിന് ഈ രൂപവും ഭാവവും നൽകിയത് അച്ഛനാണ്. ഇനി ആരും ആരെയും കുറ്റം പറയണ്ട. കമ്പം കത്തിക്കാതെ തന്നെ എന്റെ മോൻ അച്ഛന്റെ മുമ്പിൽ തോറ്റു കൊടുക്ക്. സാധ്യമല്ലമ്മേ, എന്നെ നിർബന്ധിക്കരുത്. ഇല്ല മോനെ, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം നീ ഓർക്കണം, നീ അച്ഛനും കൂടെ തീ കൊടുത്തിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിനാണ്. അമ്മേ,
നിന്നോട് ആരാ ഇത് പറഞ്ഞ്? ജയന്റെ കൊടുത്ത് ജോലി ചെയ്യുന്ന അപ്പുകുട്ടനാ. ഇമ്മിനി ഫിറ്റായതുകൊണ്ട് അവനെല്ലാം തുറന്നു പറഞ്ഞു. 31 നിലയുള്ള അമിട്ടവൻ പൊട്ടിച്ചാൽ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ നമ്മൾ തോക്കും. ജയനത് പൊട്ടിക്കുമെന്നുള്ളത് അച്ചട്ട. അവന്റെ രാമബാണമാണ്. നമുക്കാണെങ്കിൽ 24 നിലയേ ഉള്ളൂ. ആ അമിട്ട് പൊട്ടരുത്. അതെങ്ങനെ? ആ അമ്മിട്ടിരിക്കുന്നത് ജയന്റെ കുറ്റിക്കാത്തല്ലേ? അത് പൊട്ടാതിരിക്കാനുള്ള വിദ്യ ഞാൻ പറഞ്ഞു തരാം. അവന്റെ കൂടെ നിൽക്കുന്ന അപ്പുക്കുട്ടനെ നമ്മുടെ വശത്താക്കണം. അപ്പുക്കുട്ടനെ പിടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അല്പം വാട്ടീസിന്റെ ചെലവേ ഉള്ളൂ. എന്തു വേണമെങ്കിലും ചെലവാക്കാം. എന്നാ പേടിക്കണ്ട. ആശാൻ ആ ഗുട്ടൻസിക്ക് പറഞ്ഞു തന്നാ മതി. ജയൻ എങ്ങോട്ടാ? ഞാൻ കുറുപ്പദ്ദേഹത്തെ ഒന്ന് കാണാനിറങ്ങിയത്. എന്താ വിശേഷം? എനിക്ക് ഒരു 1500 രൂപ വേണമായിരുന്നു. എന്തിനാ ഇത്രയധികം കാശ്? സ്ത്രീധനത്തുക കൊടുത്ത് ഉത്സവത്തിന് മുമ്പ് ചേച്ചിയെ പറഞ്ഞയക്കണമെന്നുണ്ട്. അതിനുവേണ്ടി ഈ കമ്പക്കെട്ട് ഞാൻ ഏറ്റെടുത്തത് തന്നെ. ഞാനൊരു വഴിക്ക് പോവുകയാണ്. ആവശ്യമുള്ള കാശ് വീട്ടിൽ നിന്ന് വാങ്ങിക്കൊള്ളൂ. അളിയൻ, ഞാൻ അളിയനെ കാണാൻ വീട്ടിൽ പോയിരുന്നു. എന്തിനാ? വീണ്ടും വിളക്കുണ്ടാക്കാനാണോ? അല്ല, കഴിഞ്ഞതിനെല്ലാം മാപ്പ് ചോദിക്കും. ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഇനിയും ചേച്ചിയുടെ ദുഃഖം കാണാൻ എനിക്ക് വയ്യ. ഇതാ, എത്രയും വേഗം അളിയൻ ചേച്ചിയെ കൂട്ടിക്കൊണ്ടു. അളിയ, പണത്തിന് വേണ്ടി മാത്രമല്ല ഞാൻ സീത വീട്ടിൽ നിർത്തിയതും മറ്റ ബന്ധം തുടങ്ങിയത്. അമ്മാവന് വാശിയുണ്ടെങ്കിൽ എനിക്കതിൽ കൂടുതലുണ്ട്. തൽക്കാലം ഈ പണം അളിയന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അമ്മാവന്റെ വാശി തീർക്കാൻ ഈ പണം കൂടി അറിയാൻ ചെലവാക്കണം. അച്ഛനെ തോൽപ്പിക്കാനല്ല ഞാൻ ഈ കമ്പം ഏറ്റെടുത്തു. ചേച്ചിയുടെ സ്ത്രീധനത്തുക ഉണ്ടാക്കുക എന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നു. അളിയൻ വിഷമിക്കണ്ട. ഉത്സവത്തിന് മുമ്പ് തന്നെ സീതയെ ഞാൻ കൂട്ടിക്കൊണ്ടു. പറഞ്ഞാലും ഈ അപ്പ് ഇത് തുടത്തില്ല. ഇത് കുടിച്ചത് തന്നെയാണ് നിന്റെ തന്ത കുടി. നെഴിച്ച് വന്നെങ്കിൽ വേറെ കുടി ശ്രദ്ധിക്കരുത്. അപ്പ് തുടത്തില്ല. കുടിച്ചോണ്ട് പോടാ. അങ്ങനെ അല്ല സാറ്. ഇത് കുടിച്ചാൽ തലയ്ക്കൊരു ചുക്കും വരാൻ പോകുന്നില്ല. അത് കുടിയാശല്ലേ ചൂടാവണ്ട. അപ്പ് കുടിച്ചോളൂ. മണി, എടാ മണിയേ, ഒരു നറയൂടെ. ഇതെന്നാ അറിയാനാ? ഇതെവിടുത്തെ നറ? അപ്പൊ അളിയൻ പറഞ്ഞത് ജയൻ 31 നില അമിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നെന്ന് അല്ലേ? പൊന്ന് പാച്ചല്ല, പാച്ചലിനോടുള്ള സ്നേഹം കൊണ്ട് അപ്പു ഈ രഹസ്യം പറഞ്ഞത്. ഇത് ചെവി അറിയാവുണ്ടല്ലോ. അപ്പുന്റെ ആഫീസ് കൂട്ടും. ആഫീസ് പോയിക്കോട്ടോ. ആചാരെ, അവൻ പൊന്നിട്ട് വേണം അവന്റെ ഭാര്യ ഇങ്ങോട്ട് വരാൻ. ഉറുപ്പിന്റെ ആൾക്കാര് പറയുന്നത് തെക്കേക്കരക്കാരെ ഏതാണ്ട് പുളുത്തു വന്ന്. രോമത്തിന് വരെ തെക്കങ്കര രോമം. ഇവിടെ കുടിക്കാൻ വന്ന മര്യാദക്ക് കുടിച്ചോണം. ആണുങ്ങളെ കുറിച്ച് ആശാനെ, ആശാനെ ഉമാർ മിണ്ടണ്ട. ഉമാറാൻ കുറിപ്പിന്റെ ജിൽ 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 ജിൽ. യുവമാരൊക്കെ കുഴപ്പമില്ല. എന്താടാ എടാ കുഴപ്പമായ സംഭവമാണെങ്കിൽ യുവമാരെ തന്നെ വന്ന് നടന്നോട്ടെ. പോടാ
അദ്ദേഹം എന്ത് പറഞ്ഞാലും എന്നെ കൊണ്ടത് പറ്റില്ല. താനിതൊന്ന് കേക്ക്. തെക്കിങ്കരേക്കാൾ മിടുക്കനാ മോൻ. അവൻ നമുക്കെതിരായിട്ട് കമ്പം കത്തിച്ചാൽ നമ്മൾ തോക്കുന്നുള്ള തീർച്ച. അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്നാ പറയുന്നത്? ഉത്സവം കഴിയുന്നതുവരെ അവൻ ആശുപത്രിയിൽ എഴുന്നേക്കരുത്. അത് നടപ്പുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നടക്കണം. തന്നെ കൊണ്ട് അത് ഒക്കുമല്ലെന്ന് പറ. എനിക്ക് സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ? താൻ എന്റെ പാട്ടിൽ പോടോ, ഞാൻ വേറെ ആളിനെ അന്വേഷിച്ചോളാം. ഇവിടെ ഉണ്ണിത്താനെ താൻ ശരിക്കുള്ള നിറം കണ്ടിട്ടില്ല. കാണാം നമുക്ക്. കാണാം. ഇത് മറ്റാരും അറിഞ്ഞു പോകരുത്. ഞാനാണ് ഇതിന് പിന്നിലെന്ന് അറിഞ്ഞില്ലേ? എല്ലാവരും ഏർപ്പെടുത്തും. ഇയാൾ ഉത്സവത്തിന് കമ്പം കത്തിക്കാൻ തീരുമാനിച്ചോ? തീരുമാനിച്ചു. എന്നാ അങ്ങനെ കത്തിക്കണ്ട. നീ ആരാടാ ചോദിക്കാൻ? കാണണോ? കാണണം.